ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ. ഇത് മമ്പയറാണ് രാവിലെ കറി വയ്ക്കാൻ പോണേ. ഇത് മമ്പയർ നിങ്ങൾ എന്താ പറയാൻ നോക്കണം, എന്താ പറയാന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഇതിനകത്ത് കൊഴുപ്പിന് വേണ്ടി 2 കിഴങ്ങും കൂടി മുറിച്ചിടുന്നുണ്ട്. കിഴങ്ങും ഒരു ചെറിയ കഷ്ണം സവാളയും 2-3 വെളുത്തുള്ളി കേട്ടോ. എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒക്കെ വെന്ത് വരട്ടെ കേട്ടോ. നന്നായി കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. കഴുകുന്ന വീഡിയോ എടുത്തിട്ടില്ല, ഈ കഴുകാതെ ഇട്ടെന്ന് പറയരുത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം വെന്തോട്ടെ. ഇത് മമ്പയറിനൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കൊഴുപ്പില്ലാതിരിക്കും. ഞാൻ കടലയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇടൽ. അങ്ങനെ ഒരു കിഴങ്ങൊക്കെ ഇടുമ്പോൾ തന്നെ വെന്ത് ഉടയുമ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് തോരൻ വയ്ക്കാനാണ് ചെയ്യാറ്. ദോശയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അത് മൂടി വയ്ക്കുക. നമുക്കൊന്ന് വെന്ത് തട്ടട്ടെ. അപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ട് ബാക്കി പണിയെടുക്കാം. തേങ്ങയും നല്ല ജീരകമില്ലേ, ചെറു ജീരകം എന്നൊക്കെ പറയുന്നത്, ആ ജീരകം കൂടി അതൊന്ന് ഇവിടെ വയ്ക്കാം കേട്ടോ. 요 ഇവിടെ നനക്കുമ്പോൾ ഒരു മനസ്സിനൊരു തൃപ്തിയില്ലായ്മ ഒന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ മുമ്പേറൊക്കെ നല്ല വെന്ത് ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി വേണമെങ്കിൽ ചൂടാക്കി ഇടാം കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. നിങ്ങളിങ്ങനെ കറി വെച്ചിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ. ഇങ്ങനെയാണോ കറി വെക്കാറ്, തോരൻ മാത്രമാണ് വെക്കാറ് എന്നൊക്കെ പറയണം കേട്ടോ. വെച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരച്ച് വെച്ചിട്ടാണ് കേട്ടോ അളക്കാനൊക്കെ പോയത്. അങ്ങനെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരുമ്പോൾ
നമ്മളെ ടേസ്റ്റിയായ മമ്പയർ കറി റെഡിയാകുമേ. ഇനി ഒന്ന് വറവിട്ടാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അന്നേരം ദോശയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എന്താ, വീഡിയോ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എണ്ണ കുഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ.